സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ റാലി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. വികസിത കേരളത്തോടൊപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ സുരക്ഷിതത്വം കൂടി ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് അപകടമായി മാറുന്നത് എന്ന ചോദ്യമാണ് ഈ പ്രചരണത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്നത്. കേരളത്തിന്റെ സുരക്ഷ എന്നുള്ളത് ഓരോ മലയാളിയുടെയും ജീവിതത്തിന്റെ സുരക്ഷയാണ്. കേരളപ്പിറവി മുതൽ ഇങ്ങോട്ട് ഈ നാട്ടിലെ ജനങ്ങളെ മതപരമായി വിഭജിച്ചു നിർത്തുവാൻ, മതത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ വാങ്ങിക്കെടുക്കാൻ, അതിന്റെ പേരിൽ കലാപങ്ങൾ സംഘടിപ്പിക്കുവാൻ, നിരപരാധികളെ കൊന്നൊടുക്കുവാൻ, അനർഹമായിട്ടുള്ള അവകാശങ്ങൾ ഉയർത്തുവാൻ, സമൂഹത്തെ പലതട്ടിൽ വിഭജിക്കാനും ഭിന്നിപ്പിക്കാനും എല്ലാം പരിശ്രമിച്ചവരാണ് കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അപകടകരമായിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും മുമ്പ് മലയാളികൾ എല്ലാവരും ആലോചിക്കേണ്ടത്, ഒരു സുരക്ഷിതത്വ കേരളം ഉണ്ടാകണമെങ്കിൽ, സുരക്ഷിത കേരളം ഉണ്ടാകണമെങ്കിൽ ആരെയാണ് നാം തോൽപ്പിക്കേണ്ടത്? നാം തോൽപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ആളുകളെയാണ്. ഇതിൽ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. CPM-നെയും കോൺഗ്രസിനെയും കൂടെ നിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർ പോറ്റി വളർത്തുന്ന സാമുദായിക സംഘടനകളുണ്ട്. അവർ വളർത്തി വലുതാക്കിയിട്ടുള്ള മതപരമായിട്ടുള്ള സംഘടനകളുണ്ട്. ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് കേരളത്തിന്റെ സാമൂഹിക മനസ്സിനെ വിഷലിപ്തമാക്കുന്നത്, കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് കേരളം ആഗ്രഹിക്കുന്നത്, കേരളം ഉത്തരം കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മുസ്ലിം ലീഗ് ഉയർത്തുന്ന, ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന, പോപ്പുലർ ഫ്രണ്ട് ഉയർത്തുന്ന, മുസ്ലിം മതമൗലികവാദ ഭീകരവാദ സംഘടന ഉയർത്തുന്ന ഈ വെല്ലുവിളിക്കെതിരായി സമാധാനം ആഗ്രഹിക്കുന്ന, സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന, നാളെയുടെ കേരളം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി 2026 തെരഞ്ഞെടുപ്പിനെ മാറ്റണോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരളമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവണം. ആ ചെറുത്തുനിൽപ്പിനുള്ള വേദി, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഈ കോഴിക്കോടിന്റെ മണ്ണാണ്. കോഴിക്കോട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എല്ലാ മതമൗലികവാദ സംഘടനകളുടെയും ഈറ്റില്ലവും കോറ്റില്ലവുമാണ് ഈ കോഴിക്കോട്. മുസ്ലിം ജമാഅത്ത് ഇസ്ലാമി ഈ കോഴിക്കോടാണ്. മുസ്ലിം ലീഗിന്റെ കേന്ദ്രം കോഴിക്കോടാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രം കോഴിക്കോടാണ്. ഈ രാജ്യം അപകടത്തിലാകുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും ആദ്യം ഉയർന്നത് ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ്. ഇവിടെയാണ് ഇസ്ലാം ഈ രാജ്യത്ത് മുസ്ലിം തീവ്രവാദ സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. നമ്മുടെ നാട്ടിൽ മുസ്ലിം മതമൗലികവാദ സംഘടനകൾ വലിയ മാർച്ചുകളും സമ്മേളനങ്ങളും എല്ലാം സംഘടിപ്പിച്ചത് ഈ കേരളത്തിലാണ്. ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ കേരളത്തിലാണ്. വലിയ റാലികൾ സംഘടിപ്പിച്ചത് ഈ കേരളത്തിലാണ്. വിഷം തുപ്പുന്ന ലേഖനങ്ങളുമായി 10-21 മാസികകൾ പ്രസിദ്ധീകരിക്കുന്നത് ഈ കോഴിക്കോടാണ്. NDF-ന്റെ ആദ്യത്തെ റാലി ഈ മുതലക്കുളം മൈതാനിയിലാണ് നടന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ ജിഹാദി പ്രവർത്തനത്തിന്റെയും, എല്ലാ മതമൗലികവാദ പ്രവർത്തനത്തിന്റെയും കേന്ദ്രമായി അറിയപ്പെട്ട മണ്ണാണ് ഈ കോഴിക്കോടിന്റെ മണ്ണ്. ദേശീയ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരുപാട് ഐതിഹാസികമായിട്ടുള്ള ഏടുകൾ ഏറെക്കാനുള്ള ചരിത്ര പാരമ്പര്യം നിലനിന്ന കോഴിക്കോടിന്റെ മണ്ണിനെ ജിഹാദി ഭീകര സംഘടനകളെ ഈറ്റിലവും കോറ്റിലുമായി വളർത്തിയത് 7 പതിറ്റാണ്ട് കാലത്തെ ലീഗിന്റെ പ്രവർത്തനമാണ്, CPM-ന്റെ പ്രവർത്തനമാണ്, കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2026 ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. 7 പതിറ്റാണ്ട് കാലത്തെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളെ ഈ കോഴിക്കോടിന്റെ മണ്ണിനെ ജിഹാദി ഭീകര പ്രവർത്തനത്തിന്റെ ഈറ്റിലവും കോറ്റിലുമായി ഇവർ മാറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ചവക്കല്ലറ കൂടിയായി ഈ കോഴിക്കോടിനെ മാറ്റാൻ അതിനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് 2026 നടക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ മുസ്ലിം ലീഗിനെ ആളുകൾ വെള്ളപൂച്ചുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കും, ജമാഅത്തെ ഇസ്ലാമി എതിർക്കും, ബാക്കി എല്ലാവരെയും എതിർക്കും. പക്ഷെ ലീഗിന്റെ കാര്യം വരുമ്പോ ലീഗ് മതേതര പാർട്ടിയാണ്. ലീഗ് എല്ലാവരെയും ചേർക്കുന്ന പാർട്ടിയാണ്.
ലീഗ് നല്ല പാർട്ടിയാണ്, പുരോഗമന പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ലീഗ് എങ്ങനെ മതേതര പാർട്ടിയാകും? ഈ കേരളത്തിലും ഇന്ത്യയിലും വിഭജനത്തിന്റെ വിത്തുപാകിയവരല്ലേ മുസ്ലിം ലീഗ്? ഏറ്റവും ഒടുവിൽ ഒരു 10 വർഷം മുമ്പ് മുസ്ലിം ലീഗ് അവരുടെ ചരിത്രം പ്രസിദ്ധീകരിച്ചു. ബഹുമാനായ ശ്രീ MK മുനീറിന്റെ നേതൃത്വത്തിൽ ലീഗ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയാണ് ലീഗിന്റെ ചരിത്രം പ്രസിദ്ധീകരിച്ചത്. ആ ചരിത്രത്തിന്റെ ആമുഖത്തിൽ MK മുനീർ പറയുന്ന ഒരു വാചകമുണ്ട്: മുസ്ലിം ലീഗിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. 1906 ധാക്കയിൽ ആരംഭിച്ച ഞങ്ങൾ രാഷ്ട്രീയ മുന്നേറ്റം ഈ സ്വതന്ത്ര ഇന്ത്യയിലും ഞങ്ങൾ മുന്നേറുകയാണ്. ഞാൻ കോഴിക്കോട്ടെ ലീഗിന്റെ നേതാക്കന്മാരോട്, മുസ്ലിം ലീഗിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരോട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്നത്തെ പാർട്ടിയുടെ ചരിത്രം 1906 ധാക്കയിൽ ആരംഭിച്ച ലീഗിന്റെ പാരമ്പര്യമാണെങ്കിൽ ആ പാർട്ടി എങ്ങനെ മതേതര പാർട്ടിയാകും? ആ പാർട്ടി എങ്ങനെ പുരോഗമന പാർട്ടിയാകും? ആ പാർട്ടിയല്ലേ ഈ രാജ്യത്തിന്റെ പെരുമാറിലൂടെ വിഭജനത്തിന്റെ കഠാര കുത്തിയിറക്കിയത്? ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ചത്? 1945 GD സതീശന്റെ നേതാവായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ലീഗിനെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും അപരിഷ്കൃതമായ മതമൗലികവാദം നിറഞ്ഞ കാലഘട്ടത്തിന് യോജിക്കാത്ത പാർട്ടി എന്നാണ്. ആ പാർട്ടിയെ കൂട്ടിയിട്ടല്ലേ ഇപ്പൊ GD സതീശൻ നടക്കുന്നത്? അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇതേ ലീഗിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റു വീണ്ടും പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു ചത്ത കുതിരയാണ്, ആ പാർട്ടിയെ ഇനി ആരും ഗൗനിക്കേണ്ടതില്ല. ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച ലീഗിനെ ഈ കേരളത്തിന്റെ മണ്ണിൽ അവരെ ഒരുമിച്ചിരുത്തി അവരെ പടക്കുതിരയും പന്തയക്കുതിരയുമാക്കി വിലവേശി ഈ കേരളത്തെ ലീഗിന്റെ വിരൽത്തുമ്പിലാകാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്ത പാർട്ടി ഏതാ? ഈ കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവർ പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ കേരളത്തിലെ ആത്യന്തികമായി മതത്തിന്റെ പേരിൽ ഇന്നും ആളുകളെ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും വേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന പാർട്ടി ലീഗാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒന്നാമത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേല് കേരളത്തിൽ വന്ന സന്ദർശനത്തെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തിരുവനന്തപുരത്താണ് അദ്ദേഹം വന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ യാത്ര പോകുന്ന സമയത്ത് തിരുവനന്തപുരം നഗരത്തിൽ ലീഗിന്റെ പതാക ഉയർത്തുന്നത് കണ്ടിട്ട് അദ്ദേഹം അതിന്റെ വാഹനം നിർത്തി കൂടെയുള്ള ആളുകളോട് ആ കൊടി താഴെയിറക്കണമെന്ന് പറഞ്ഞു. കേരളം കാൽനൂറ്റാണ്ട് എന്ന പുസ്തകത്തിൽ ചെറിയാൻ ഫിലിപ്പ് അതിന്റെ ചെറിയ ഭാഗം പറയുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ പതാക താഴ്ത്തണം എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞപ്പോ ഇതിന് കൂടെയുള്ള ആളുകൾ വടി കാണിച്ചു. വടി കാണിച്ച സമയത്ത് പട്ടേൽ പറഞ്ഞൊരു മറുപടിയുണ്ട്: ആ കൊടി, മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി, ഈ രാജ്യം രണ്ടായി വെട്ടിമുറിച്ച കൊടിയാണ്. ഈ രാജ്യത്തെ മതത്തിന്റെ മേൽ ഭിന്നിപ്പിച്ച കൊടിയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും പറഞ്ഞത് തമ്മിലടിപ്പിച്ച പാർട്ടിയുടെ കൊടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആ കൊടി പാറാൻ പാടില്ല, ആ കൊടി താഴ്ത്തിയാലേ എന്റെ വാഹനം മുമ്പോട്ട് പോകാവൂ എന്ന് പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ലീഗ് ചത്തുകുതിരയാണെന്ന് പറഞ്ഞ നെഹ്റു ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ ആ പച്ചക്കൊടിയാണ് GD സതീശന്റെ ആസനത്തിൽ നിന്ന് തിരികെ കയറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് വർത്തമാനകാല കേരളത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആ ലീഗിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ലീഗിന്റെ മറ്റൊരു പതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ആരാണ് UDFന്റെ പാളയത്തിലേക്ക് എത്തിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയും UDF തമ്മിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ മധ്യസ്ഥനാരാണ്? ലീഗ് നിന്നെ സംബന്ധിച്ചല്ലോ. കോട്ടക്കലിൽ വെച്ച് ലീഗ് നേതാക്കന്മാര് സാന്നിധ്യത്തിൽ UDFന്റെയും കോൺഗ്രസിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളും ഒരുമിച്ച് ചർച്ച നടത്തിയത് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യത്തിലാണ്. അത് കോട്ടക്കൽ, നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടക്കലിൽ വെച്ചിട്ടാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരെ സമ്മതിച്ചു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ UDF പാളയത്തിലേക്ക് എത്തിച്ചത്, കോൺഗ്രസിന്റെ കൂടാരത്തിലേക്ക് എത്തിച്ചത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ സാമുദായിക രാഷ്ട്രീയം ഉണ്ടാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉപകരണം മാത്രമാണ്. പോപ്പുലർ ഫ്രണ്ട് ഉപകരണം മാത്രമാണ്.
ബാക്കി എല്ലാ തീവ്രവാദ സംഘടനകളും ഉപകരണം മാത്രമാണ്. പക്ഷേ കേരളത്തിൽ വിഭജനവാദ രാഷ്ട്രീയത്തിന്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. വെളുത്തച്ചിരിക്കുന്ന ലീഗിന് പിന്നിൽ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം മറഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ആ ലീഗിനെ ഒക്കെ തിരുത്തിക്കൊണ്ട്, ആ ലീഗിന് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോ പറയുന്നു കഷ്ടകാലത്തിനെങ്ങാനും UDF വന്നാൽ ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് പറയാൻ മുസ്ലിം ലീഗുകാർക്ക് ഒരു മറയും മടിയുമില്ലല്ലോ. ഇത് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗും മറുഭാഗത്ത് പോപ്പുലർ ഫ്രണ്ടും SDP ഇവരെല്ലാവരുമാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിൽ സമാധാനം ഉണ്ടാകുന്നത് ഇവരാരുടെയും ദാക്ഷിണ്യം കൊണ്ടൊന്നുമല്ല. ഒന്നിനു പുറകെ ഒന്നായി കേരളത്തെ കത്തിക്കാൻ, ലാഭം നടത്താൻ ഈ ആളുകളെല്ലാവരും ഇറങ്ങി പുറപ്പെട്ടപ്പോഴും ആത്മസംയമനത്തോടുകൂടി ഇതിനെ നേരിട്ടിട്ടുള്ള ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകളോടാണ്. മാറാട് കടപ്പുറത്ത് 8 പേര് മരിച്ചപ്പോ ആ വിലാപയാത്രയെ തടയാൻ പുറപ്പെട്ടവരാണ് ഈ കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഭരണകൂടം. മാറാട് കടപ്പുറത്തിന്റെ ഏതാനും വാരക്കപ്പുറത്ത് കൊണ്ട് ആംബുലൻസ് വാഹനങ്ങൾ തടഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും തുട്ടൂരത്തിന് വഴങ്ങി. എനിക്കന്ന് നല്ല ഓർമ്മയുണ്ട്. ഇന്ന് ഈ ജില്ലയിലെ BJP നേതൃത്വം അന്നത് ജില്ലാ കളക്ടറോട് ബന്ധപ്പെട്ടു. എന്തിനാണ് ഈ ആംബുലൻസ് വാഹനങ്ങൾ തടയുന്നത്? 8 വാഹനങ്ങൾ മാറാട് കടപ്പുറത്തെ പ്രവേശിക്കുന്നതിന് 1 കിലോമീറ്റർ അപ്പുറത്ത് നിങ്ങൾ എന്തിന് തടയണം? ഇന്ന് ജില്ലാ കളക്ടർ സൂരജ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതെന്റെ തീരുമാനമല്ല, ഈ തീരുമാനം തിരുവനന്തപുരത്തെ തീരുമാനമാണ്. ആരാണ് മാറാട് കടപ്പുറത്ത് നിരപരാധികളായിട്ടുള്ള ആ അരയ സഹോദരന്മാരുടെ മൃതശരീരങ്ങള് കടപ്പുറത്തേക്ക് പോകാൻ പാടില്ല തീരുമാനമെടുത്ത തിരുവനന്തപുരത്തെ ആളാണ്. അന്ന് സമാധാനത്തോടുകൂടി അതിന് നേരിട്ടവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഈ കോഴിക്കോട് ടൗൺ ഹാളില് വലിയ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. പഴയതൊന്നും ആർക്കും മറന്നുപോയിട്ടില്ല. പുതിയ ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. മാറാട് സംഭവം ഉണ്ടായി ദിവസങ്ങൾക്കകം മുസ്ലിം ലീഗ്, CPM, കോൺഗ്രസ് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നു. അവിടെ കോഴിക്കോട് ഈ ടൗൺ ഹാളിൽ അവർ സമ്മേളനം വിളിച്ചത് മാറാട് കടപ്പുറത്ത് മരിച്ചു വീണ നിരപരാധികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനല്ല, ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയി നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന പാവപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണീര് കാണാനല്ല. ഹാളില് സമ്മേളനം നടത്തിയത് പിണറായി വിജയൻ ഉണ്ടായിരുന്നു, മുരളീധരൻ ഉണ്ടായിരുന്നു, മുരളീധരൻ KPCC പ്രസിഡന്റ്, കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും അവിടെ ഒരുമിച്ച് ചേർന്നത് മാറാട്ടെ അരയ സമാജത്തിന്റെ എതിർപ്പിനെ തുടർന്ന് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് ആ കടപ്പുറത്ത് മാറിപ്പോയിട്ടുള്ള കൊലപാതകികളായിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരണം. ഒരു പ്രമേയം ഇനിയിപ്പോ മാറാട് വീണ്ടും ആവർത്തിക്കുമെന്നല്ല വേവലാതിപ്പെടുന്ന CPM-നോട് ഞങ്ങൾ പറയുന്ന ഒരു വരി പ്രമേയം CPM പാസാക്കിയോ? മാറാട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു വരി പ്രമേയം പാസാക്കിയോ? കേരള നിയമസഭ ഒരനുശോചനം പാസാക്കിയോ? നിങ്ങൾക്കാർക്കും അവരെ വേണ്ടായിരുന്നല്ലോ. കൊല്ലപ്പെട്ട പാവപ്പെട്ട ഹിന്ദുക്കളെ നിങ്ങൾക്കാർക്കും വേണ്ടായിരുന്നല്ലോ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾക്കാർക്കും വേണ്ടായിരുന്നല്ലോ. അക്രമത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ ആശുപത്രി എത്തിക്കാൻ വേണ്ടി അന്നത്തെ ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജീപ്പ് ചോദിച്ചു. വലിയ മതേതരവാദിയാണ്, ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം, CPM ആയിരുന്നു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ജീപ്പ് മാറാട്ട സഹോദരന്മാർ ചോദിച്ചപ്പോ എന്റെ ജീപ്പിൽ ഒരാളെയും ആശുപത്രി എത്തിക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. ആ CPM ആണോ ഇപ്പം ആളുകളെ മതേതരത്വം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരോടൊപ്പമായിരുന്നു? നിങ്ങളന്ന് മാറാട് മണ്ണിൽ മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്തിട്ടുള്ള കലാപകാരികളുടെ കൂടിയായിരുന്നു. കോൺഗ്രസ് അവരുടെ കൂടിയായിരുന്നു, ലീഗ് അവരുടെ കൂടിയായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ജില്ലാ മജിസ്ട്രേറ്റ് അടച്ചുപൂട്ടിയ പള്ളി എങ്ങനെയാ തുറന്നത്? വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഞങ്ങളെ കൊണ്ട് ചരിത്രം പറയിപ്പിക്കരുത്. ചരിത്രം പറയാൻ തുടങ്ങിയാൽ മാറാട്ട് ഈ കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതിക്ക് നേതൃത്വം കൊടുത്തവരുടെ എല്ലാ പൊയ്മുഖങ്ങളും ഞങ്ങൾക്ക് പറയേണ്ടി വരും. ജില്ലാ മജിസ്ട്രേറ്റ് അടച്ചുപൂട്ടിയതാണ് മാറാട്ട പള്ളി.
ആ പള്ളി എങ്ങനെ തുറന്നത്? ഈ അഹമ്മദ് എന്ന മന്ത്രിയാണ്, MP ആണ്. ഈ അഹമ്മദ് വന്നിട്ടല്ലേ തുറന്നു കൊടുത്തത്? ഈ രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? ഒരു കേസ് ജില്ലാ മജിസ്ട്രേറ്റ് അടച്ചുപൂട്ടിയിട്ടുള്ള, ആയുധങ്ങൾ സീൽ ചെയ്ത, മനുഷ്യരക്തം കൊണ്ട് വാളുകളും ആയുധങ്ങളും കണ്ടെടുത്ത് സീൽ ചെയ്ത പള്ളിയാണ്. ആ പള്ളി ഒരു MP വന്ന് ചവിട്ടി തുറക്കുമ്പോ അദ്ദേഹത്തിനായിട്ടൊരു പെറ്റി കേസ് എടുത്തോ? ഇതെല്ലാം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്, ഇതെല്ലാം ചെയ്തിട്ടുള്ളവർ വലിയ മതേതരവാദികൾ, ഇതെല്ലാം അനുഭവിച്ചവർ, കൺമുമ്പിൽ ഉച്ചവരും ഉടയവരും കൊല്ലപ്പെടുന്ന കണ്ട് വിറങ്ങലിച്ചു പോയവർ, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ, കയ്യിലുള്ളതെല്ലാം വാരിയെടുത്ത് പലായനം ചെയ്യുന്നവർ, ഇവർ ഭീകരവാദികളും തീവ്രവാദികളും. നിങ്ങളെല്ലാം വലിയ മതേതരവാദികൾ. അതുകൊണ്ട് ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കേരളത്തിലെ വർഗീയ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? പൂന്തുറ കലാപം അന്വേഷിച്ച അരവിന്ദാക്ഷൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. എത്ര സ്ഥലത്താണ് മദനിയുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്നത്? CPM-ന്റെ നിശബ്ദതയെ കുറിച്ച് പറയുന്നത്? കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഇടപെടലിനെ കുറിച്ച് പറയുന്നത്? ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള വയലാർ പൂന്തുറ കടപ്പുറം കത്തുന്ന സമയത്ത് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആ പൂന്തുറയിലെ നിരപരാധികളായിട്ടുള്ള ആളുകൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ വയലാർ പറഞ്ഞപ്പോ അതിനോട് വയലാർ എന്ന ആഭ്യന്തരമന്ത്രി കോൺഗ്രസുകാരൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അരവിന്ദാക്ഷൻ കമ്മീഷനിൽ അടിവരയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പുറത്തുവിടാത്തത്? തലശ്ശേരി കലാപത്തെ കുറിച്ച് അന്വേഷിച്ച വിധേയത്വ കമ്മീഷൻ, CPM എന്ന് പറയുന്ന പാർട്ടി ആ കലാപത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പുറത്തുവിടണം. ഇതെല്ലാം പുറത്തുവിട്ടാൽ ആരാണ് കേരളത്തിൽ കലാപം നടത്തുന്നത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ അപകടം കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മനസ്സാണ്. പിണറായി വിജയന്റെയും BD സതീശന്റെയും മനസ്സ് ജിന്നയുടെ മനസ്സാണ്. രൂപം മാത്രമേ ബാക്കിയുള്ളൂ. ജിന്നയുടെ മനസ്സുമായി ജീവിക്കുന്ന ഈ രണ്ട് നേതാക്കന്മാരും അവർ രാഷ്ട്രീയവുമാണ് ഈ കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും വലിയ അപകടം. ബാക്കിയെല്ലാം നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇതിനേക്കാൾ വലിയ വീരന്മാര് പോപ്പുലർ ഫ്രണ്ടുകാര് വന്ന് കേരളത്തെ 947 ആകുമ്പോഴേക്ക് മാറ്റിക്കളിയുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ആജീവനാന്തം കൽത്തുറുങ്കിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഈ കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അഭിനവ ജിന്നമാരുടെ മനസ്സുള്ള BD സതീശന്റെയും പിണറായി വിജയന്റെയും രാഷ്ട്രീയമാണ് കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അപകടം. ാണ് ഈ ജിഹാദി സംഘത്തെ വളർത്തുന്നത്. അതുകൊണ്ട് ഒരു വഴിയേ കേരളത്തിന് മുമ്പിലുള്ളൂ. ഈ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ആ നിലപാടിനെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ കേരളം ഉണ്ടാകണം. ആ പുതിയ കേരളം ഭീകരവാദത്തിന്റെ അപകടമില്ലാത്ത കേരളമാവണം. തീവ്രവാദത്തിന്റെ മരണമണികൾ മുഴങ്ങാത്ത കേരളമാകണം. വികസനത്തിന്റെ പുതിയ ബന്ധങ്ങൾ ഉരുവിടുന്ന കേരളമാവണം. അതിനുവേണ്ടി ഈ ജിഹാദി ഭീകരവാദ സംഘങ്ങൾക്കെതിരായിട്ടുള്ള ജനവിധിയായി 2026 തെരഞ്ഞെടുപ്പിന് മാറ്റാൻ, ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കാൻ, ഒരു സുരക്ഷിത കേരളം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ റാലിയെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി. അടുത്തതായി നമ്മൾ സുരക്ഷിത കേരളത്തിനു വേണ്ടി बोलो भारत माता की, बोलो भारत माता की. ഈ സുരക്ഷിത കേരളത്തിന് വേണ്ടി ഒരു ജാഗ്രത റാലിയിൽ വന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വേദിയിലും സദസ്സുമുള്ള സഹപ്രവർത്തകർക്ക് എന്റെ ഏറെ വിനീതമായ നമസ്കാരം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം.
സുരക്ഷിത കേരളം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ചർച്ചന്റെ ഒരു ഭാഗമാവണം എന്നാണ് പാർട്ടിന്റെയും NDAന്റെയും ഒരു ആവശ്യം. സാധാരണ മലയാളികളുടെ ഒരു ആവശ്യമാണ്. ഞങ്ങൾ വികസിത കേരളം ഞങ്ങളുടെ ലക്ഷ്യമാണെന്ന് പറയുമ്പോൾ വികസിത കേരളത്തിന് വേണ്ടി ഒരു സുരക്ഷിത കേരളം പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. സുരക്ഷിത കേരളം ഇല്ലെങ്കിൽ വികസിത കേരളം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല. ഇതാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു 45 ദിവസം നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നു, ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നു, കുറെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു. ജനങ്ങളുടെ മുമ്പിൽ പോയി BJP NDAന്റെയും നരേന്ദ്രമോദിജിന്റെയും ഒരു വികസിത കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കാൻ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും, പ്രവർത്തിക്കും. പക്ഷേ അതിന്റെ മുമ്പ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. എത്രയോ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നാടിന്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, കേരളം എന്ന നമ്മുടെ നാടിന്റെ ദശയും ദിശയും തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം, ആലോചിക്കണം, ചിന്തിക്കണം. ഈ ഇലക്ഷനിൽ, ഈ തെരഞ്ഞെടുപ്പിൽ BJP NDA ഒരു സീറ്റോ 1.5 സീറ്റോ മത്സരിക്കാനല്ല മത്സരിക്കുന്നത്. ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരണം. നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തിന് ഒരു വികസിത കേരളമാക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഒരു നല്ല ഭാവി സൃഷ്ടിക്കണം. അതിന് BJP NDA ഭരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നത്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിർണായകമായ ഒരു ഇലക്ഷനാണ്. ഇതിനു മുമ്പ് CPM-ഉം കോൺഗ്രസും എത്ര തവണ ഭരിച്ചു, മാറി മാറി ഭരിച്ചു. എന്താണ് നാടിന്റെ സ്ഥിതി? കോൺഗ്രസിനും ജനങ്ങൾ കോൺഗ്രസിന് അവസരം കൊടുത്തു, CPM-നും കൊടുത്തു. ഇവര് രണ്ട് പാർട്ടിയും, രണ്ട് മുന്നണികളും 70 കൊല്ലം വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വോട്ട് നേടി ഇലക്ഷന്റെ 45 ദിവസം മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ, എന്താണ് നാടിന്റെ സ്ഥിതി? ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എവിടെയാണ്? ഈ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എവിടെയാണ്? ഈ നാട്ടിലാണ്. ഒരു നിക്ഷേപവും ഒരു ബിസിനസ്സോ വ്യവസായം വരാത്ത ഏതാണ് സംസ്ഥാനം? കേരളമാണ്. അപ്പൊ 70 കൊല്ലം ജനങ്ങൾ മാറി മാറി അവസരങ്ങൾ കൊടുത്ത് CPM-ഉം കോൺഗ്രസും ഭരിച്ച് നാടിനെ നശിപ്പിച്ചു. അതിന് മാറ്റണ്ടേ? അപ്പൊ BJP NDA മാറാത്തത് മാറും എന്ന് പറയുമ്പോൾ ഇവരുടെ രാഷ്ട്രീയം മാറ്റണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരണം, ഒരു വികസിത രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം. പക്ഷേ വികസനം എന്ന് പറയുമ്പോൾ ഈ സമ്മേളനം, ഈ ഒരു റാലിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സുരക്ഷിത കേരളം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഞാൻ 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസിന്റെ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇവിടെ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് എന്റെ ഒപ്പം ഉണ്ടായിരുന്നു, പ്രകാശ് ബാബുജി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഹമാസിന്റെ ഒരു വൈസ് പ്രസിഡന്റ് എവിടുന്ന്, ഗാസയിൽ ഇവിടുന്ന് വീഡിയോ കോൺഫറൻസ് വഴി നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ ചെയ്തു. ഞാൻ അതിനെതിരെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ചെയ്യാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.
ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ആക്കാൻ നിങ്ങളൊരു അവസരം കൊടുക്കരുത് ഞാൻ പറഞ്ഞു. അപ്പോ ഞാനത് പറഞ്ഞപ്പോ പിറ്റേ ദിവസം ഞാൻ വർഗീയവാദിയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞു നടക്കാൻ ഇറങ്ങി നമ്മുടെ മുഖ്യമന്ത്രി. അതിന്റെ ഒപ്പം ചാടി കേറി കോൺഗ്രസ്സുകാര്. പ്രകാശ് ബാബുജി പറഞ്ഞല്ലോ, ഈ ഇലക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ നാട്ടിൽ ആരാണ് വർഗീയവാദി? 12 കൊല്ലം നരേന്ദ്രമോദിജി ഭരിച്ച NDA BJP സർക്കാർ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പാർട്ടി എങ്ങനെയാണ് വർഗീയവാദി പാർട്ടി? ഞങ്ങൾ ഹമാസിനെതിരെ പറഞ്ഞാൽ, തീവ്ര സംഘടനയെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്താൽ ഞങ്ങളാണ് വർഗീയവാദി പാർട്ടി? മറുവശത്ത് പഹൽഗാമിൽ മതം ചോദിച്ച് നിരപരാധിയായ ടൂറിസ്റ്റുമാരെ കൊന്ന് പാകിസ്ഥാനി ടെററിസ്റ്റിനെ ന്യായീകരിക്കാൻ ആരായിരുന്നു ഇവിടെ ഇറങ്ങുന്നത്? കോൺഗ്രസ് പാർട്ടിയും CPM-ഉം. അപ്പൊ ഈ എലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. നമ്മളിത് ചർച്ച ചെയ്യണം, 45 ദിവസം ചർച്ച ചെയ്യണം. മതേതരത്വം, തീവ്രവാദി, ഭീകരവാദി, ഇതിനെല്ലാം ചർച്ച ചെയ്യണം. ഞങ്ങൾ തയ്യാറാണ്, ചർച്ച ചെയ്തേ പറ്റൂ. ഞങ്ങൾ ഇനി സമ്മതിക്കില്ല. ഞങ്ങളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDPI-ന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടി CPM-ഉം കോൺഗ്രസ് ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ജനങ്ങളെ വിഡ്ഢിയാക്കി മാൻഡേറ്റ് കിട്ടാൻ ശ്രമിക്കുകയാണോ? അതിനി ജനങ്ങളും സമ്മതിക്കില്ല, BJP NDA സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. മാറി മാറി ഭരിച്ചു കോൺഗ്രസും CPM-ഉം. കുറച്ച് ഒരു നാണവും ഉളുപ്പുണ്ടെങ്കിൽ എലക്ഷന്റെ 45 ദിവസം മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു CPM മുഖ്യമന്ത്രിയാണ്, ഞാനൊരു കോൺഗ്രസ് പ്രതിപക്ഷ നേതാവാണ്, ഞങ്ങൾ ഇതെല്ലാം നാട്ടിന് വേണ്ടി ചെയ്യാൻ പോകുന്നു, ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, കുട്ടികൾക്ക് വേണ്ടി, ഞങ്ങൾ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ ഇത് ചെയ്തു. ഇതൊന്നും ചെയ്യില്ല. അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവസരവാദ രാഷ്ട്രീയം, ഒരു നാണമില്ലാത്ത രാഷ്ട്രീയം. നിലമ്പൂരിൽ കണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന BJP കേരളത്തിന്റെ ഒരു ടീം ആത്മാർത്ഥമായി നിലമ്പൂർ പോയി, ബൈ ഇലക്ഷന് പോയി. എനിക്ക് ഓർമ്മയുണ്ട്, സുരേഷ് ജി ഉണ്ടായിരുന്നു, MT രമേശ് ജി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചു. വികസനം, ക്യാൻസർ ആശുപത്രി, നിലമ്പൂർ ബൈപ്പാസ്, പുതിയ ട്രെയിൻ, ഇതെല്ലാം പറയുമ്പോ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഒരു വികസനത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല. എന്താണ് ചെയ്തത്? ജമാഅത്തിന്റെ ഒപ്പം ഞങ്ങളുടെ ഒരു അലയൻസ് ആണ്, ഞങ്ങൾ ജമാഅത്തിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യാൻ പോകുന്നു. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ഈ ജമാഅത്ത് ആരാണ്? അതിനെ കുറിച്ച് ചർച്ച ചെയ്യണമല്ലോ. പ്രകാശ് ബാബുജി അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതിന് അടുത്ത 45 ദിവസം ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഓരോരോ വീട്ടിൽ പോയിട്ട് ഈ ജമാഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കണം. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു സംഘടന, അത് അവരുടെ കാഴ്ചപ്പാട് എന്താണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവര് ഭരണഘടനയുടെ എതിരെയാണ്, ജനാധിപത്യ സംവിധാനത്തിന്റെ എതിരെയാണ്, സ്ത്രീകളുടെ അവകാശങ്ങളുടെ എതിരെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും ഒരു കയ്യിൽ ഭരണഘടന എടുത്ത് പറയുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനൊപ്പം രാഷ്ട്രീയം ചെയ്യാൻ പോകുന്നു? ഞാൻ പണ്ട് കാലത്തൊരു വ്യവസായിയായിരുന്നു. ഈ കേരളത്തിന്റെ ആദ്യത്തെ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ഒരാളാണ്, വ്യക്തിയാണ്. അപ്പൊ ഇവിടുത്തെ
വ്യവസായികളുടെ ഒരു പ്രശ്നങ്ങളെല്ലാം കുറച്ച് നന്നായി അറിയുന്ന ഒരാളാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വ്യവസായം ഒന്നും വരാത്തത്, നിക്ഷേപം വരാത്തത്? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പുറത്തുപോയി തൊഴിലും പഠിക്കാനെല്ലാം പുറത്തു പോകുന്നു? ഇതുവരെ ഒരു 50 കൊല്ലമായിട്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് ആക്രമണ രാഷ്ട്രീയമായിരുന്നു നിക്ഷേപം വ്യവസായികളെല്ലാം ബാധിക്കുന്നത്. ഇന്ന് എന്താ നടക്കുന്നത്? ഇനി വരാൻ പോകുന്ന എന്താണ് അപകടം? ജമാഅത്ത് ആക്രമണ രാഷ്ട്രീയം. ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും ആലോചിക്കണം. നമ്മളെ കുട്ടികൾ ഇവിടെ പഠിക്കണ്ടേ? നമ്മളെ കുട്ടികൾ ഇവിടെ തൊഴിൽ അവർക്ക് കിട്ടണ്ടേ? അതിനുവേണ്ടി നിക്ഷേപം ഇവിടെ വരണ്ടേ? ജമാഅത്ത് പോലെ ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടന ഇവിടെ വന്നു. കോൺഗ്രസിന്റെ തലയിൽ അവർ മെയിൻ സ്ട്രീം ചെയ്യുന്നു. രാഷ്ട്രീയത്തിൽ മെയിൻ സ്ട്രീം ചെയ്താൽ രാഷ്ട്രീയം അവരാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഈ ഇന്ത്യയിൽ ആരോട് ചോദിച്ചാലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടോ, അവർക്കൊരു ഒറിജിനൽ എന്തെങ്കിലും ഒരു ചെയ്യാൻ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അവർക്ക് എങ്ങനെങ്കിലും പവർ പിടിക്കണം. ജമാഅത്തിന്റെ ഒപ്പം അവർ പവർ പിടിക്കാനാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് മതേതരത്വം എന്ന് പറഞ്ഞ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവരാണ് ഇറങ്ങുന്നത്. എന്നിട്ട് ഞങ്ങളാണ് വർഗീയവാദി. ഞാൻ ഇന്ന് കൃത്യമായി നിങ്ങളോടെല്ലാവരും പറയുന്നു, നിങ്ങൾ വഴി എല്ലാവരും ഈ സന്ദേശം എത്തണം. കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ കാഴ്ചപ്പാട്, ഇവിടുത്തെ ഒരു പ്രാന്തായ ഒരു ലീഡറിന്റെ വാക്ക് ഞാൻ കേട്ടു. അയാള് പറയാണ് മതമാണ്. BJP NDA പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് വികസനമാണ്. എല്ലാവർക്കും വേണ്ടി വികസനമാണ്, എല്ലാവരുടെ ഒപ്പം വികസനമാണ്. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതിന് ഞങ്ങള് മുമ്പോട്ട് പോകാൻ ഈ മതമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ജമാഅത്ത്, മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഒരു വെല്ലുവിളിയായിട്ട് ഇന്ന് പറയുന്നു. ഈ രാഷ്ട്രത്തിന്റെ കാലം കഴിഞ്ഞു. ഇനി ജനങ്ങൾ ഈ ഇലക്ഷനിൽ തീരുമാനിക്കും. നമുക്ക് വേണ്ടത് വികസിത കേരളമാണ്. നമ്മൾക്ക് വേണ്ടത് ഒരു കേരളം, വിശ്വാസ സംരക്ഷണം ഉള്ളൊരു കേരളമാണ് വേണ്ടത്. നമുക്കൊരു സുരക്ഷിത കേരളമാണ് വേണ്ടത്. ജമാഅത്ത്, SDPI, മുസ്ലിം ലീഗ്, കോൺഗ്രസ് അല്ല തീരുമാനിക്കാൻ പോകുന്നത് ആരാണ് വർഗീയവാദി, ആര് വർഗീയവാദി അല്ലാന്ന്. അത് തീരുമാനിക്കാൻ പോകുന്നത് സാധാരണ മലയാളികളാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. പിന്നെ ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. BJP എന്ന ഒരു പാർട്ടി എല്ലാ മതവും എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ നാടിന്റെ എതിരെ, രാജ്യത്തിന്റെ എതിരെ നിങ്ങൾ ചെയ്താൽ ശക്തമായി എതിർക്കുന്ന പാർട്ടിയും BJP NDA ആണ്. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ വലിയ ഡയലോഗ് മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ട് യൂട്യൂബിലെല്ലാം. മതമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വർഗീയവാദി വിളിച്ചാൽ നിങ്ങളുടെ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഈ രാഷ്ട്രീയം പൊളിക്കാൻ ഞങ്ങൾക്കും അറിയും. ഞങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളും പറയാൻ പോകുന്നത് ഈ നാട് നന്മയും സമാധാനത്തിന്റെ നാടാണ്. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നാടാണ്. ഈ നാടിൽ BJP NDA മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് വികസനം. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം. അവസാനം ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇനിയും പറയുന്നു. ഈ ഇലക്ഷൻ നമ്മൾ എല്ലാവരും ഗൗരവമായിട്ട് ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണണം. അങ്ങനെയാണ് നമ്മൾ ഈ ജമാഅത്തിന്റെ കയ്യിൽ ഈ നാട്ടിന് വിട്ടുകൊടുത്താൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു, നൈജീരിയയിൽ എന്ത് നടക്കുന്നു, ഈ പ്രിയങ്ക ഗാന്ധി വാഡ്ര ഇവിടുത്തെ MP ആണ്,
CPM ഇന്ന് ഈ ഇസ്രായേലും അമേരിക്ക ഇറാനെ ബോംബ് ചെയ്യുന്നപ്പോ CPM ഓടിച്ചാടി ഒരു പ്രസ് നോട്ടീസ് അങ്ങ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ശരി, അവരുടെ ഇഷ്യൂ. പക്ഷേ അതേസമയം കഴിഞ്ഞ 10 കൊല്ലം നൈജീരിയയിൽ 1 ലക്ഷം ക്രിസ്ത്യാനികളെ കൊന്നു തീവ്രവാദി. അതിനെ കുറിച്ച് ഒരു വാക്ക് പറയില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുവും ക്രിസ്ത്യനെ കൊല്ലുന്നു, ഒരു വാക്ക് പറയില്ല. പാകിസ്ഥാനിൽ ഹിന്ദുവും ക്രിസ്ത്യനെ കൊല്ലുന്നു, ഒരു വാക്ക് പറയില്ല. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ഇതാണ് ജമാഅത്ത് കോൺഗ്രസിനെ പിടിച്ച് കോൺഗ്രസിനെ രാഷ്ട്രീയം മാറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇനി നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ നാടിന്റെ ഒരു ദിശയും ദശയും നമ്മൾ സംരക്ഷിക്കണം. ജമാഅത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല, കോൺഗ്രസിന്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ഇത് മാത്രം പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. അടുത്തതായി ജാഗ്രതാ റാലിയുടെ ഈ വേദിയിൽ തീവ്രവാദ വിരുദ്ധ ജ്വാല തെളിയിക്കുകയാണ്. ഭീകരവാദത്തിനെതിരായ ഈ ജാഗ്രതാ റാലി നടക്കുന്നത് കോഴിക്കോടിന്റെ മണ്ണിലാണ്. 11 സഹോദരന്മാർ, നിരപരാധികൾ, ഭീകരവാദികളുടെ കൊലവാളിനെതിരെയായ കോഴിക്കോട്. ഭൂരിപക്ഷ സമൂഹം ഭൂമിയോളം ക്ഷമിച്ച് നാടിന്റെ സമാധാനം കാത്ത കോഴിക്കോട്. മാറാടിന്റെ മണ്ണിൽ പിടഞ്ഞു മരിച്ച നമ്മുടെ സഹോദരന്മാർ, അവരുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിൽ തീപ്പന്തങ്ങളായി ജ്വലിക്കുകയാണ്. ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഈ വേദിയിൽ മാറാട്ട സോദരരുടെ മറക്കാത്ത ഓർമ്മകൾ പ്രതീകവൽക്കരിക്കുകയാണ്. വേദിയിൽ 11 തീപ്പന്തങ്ങൾ ജ്വലിപ്പിക്കുന്നു. ഒപ്പം നാം എല്ലാവരും നമ്മുടെ മൊബൈലിലുള്ള ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് എഴുന്നേറ്റ് നിന്ന് വേദിക്ക് അഭിമുഖമായി ഉയർത്തിപ്പിടിക്കുക. എല്ലാ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുക. വേദിക്ക് അഭിമുഖമായി ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ഉയർത്തിപ്പിടിക്കുക. വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുക. बोलो भारत माता की, बोलो भारत माता की. മാറാടിന്റെ മണൽപ്പരപ്പിൽ, മാറാടിന്റെ മണൽപ്പരപ്പിൽ പിടഞ്ഞു വീണ ധീരന്മാരെ, പിടഞ്ഞു വീണ ധീരന്മാരെ ഇല്ല ഭീകരവാദം നാട്ടിൽ നിന്നും, ഭീകരവാദം നാട്ടിൽ നിന്നും അകറ്റി ഇല്ലാതാക്കും വരെയും, അകറ്റി ഇല്ലാതാക്കും വരെയും വിശ്രമമില്ല ഞങ്ങൾക്ക്, വിശ്രമമില്ല ഞങ്ങൾക്ക്. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ബിജെപി, ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ബിജെപി. വീഡിയോ എടുത്തിരുന്നോ? എടുത്തോ? അറിയില്ല. എല്ലാവരും അവരുടെ കസേരയിൽ ഇരിക്കേണ്ടതാണ്. പരിപാടി തുടരുകയാണ്.
അടുത്തതായി പുതുതായി ദേശീയതയുടെ പാത സ്വീകരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച് നമ്മോടൊപ്പം ചേരുന്ന നേതാക്കന്മാരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ഒന്നാമതായി ക്ഷണിക്കുന്നത് കോഴിക്കോട് റൂറൽ ജില്ലയിൽ കാക്കൂർ പഞ്ചായത്തിലെ പുന്നശ്ശേരിയിൽ താമസിക്കുന്ന കെ ജയേഷ് കമ്മളേരി, ചേളന്നൂർ എസ് എൻ കോളേജിൽ KSUയുടെ മുൻ യൂണിറ്റ് പ്രസിഡന്റ്, കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി, KSU മുൻ ജില്ലാ അധ്യക്ഷൻ, മാധ്യമ പ്രവർത്തകൻ, കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ ജില്ലാ ഭാരവാഹി, വാഗ്മി, മികച്ച സംഘാടകൻ, സാമൂഹിക രാഷ്ട്രീയ പൊതുരംഗത്തെ സജീവ സാന്നിധ്യം ശ്രീ ജയേഷ് കംബ്ലേരിയെ ആദരപൂർവം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മികച്ച എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും ആയിട്ടുള്ള ശ്രീ വത്സൻ നെല്ലിക്കോട്, ബഹുമാന്യനായ വത്സൻ നെല്ലിക്കോടിനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. മികച്ച എഴുത്തുകാരൻ, പ്രളയം പറഞ്ഞ കഥ, കണ്ടെഴുത്ത്, പ്രിയപ്പെട്ട ജർമ്മനി, ഷഹീദ് ഹിന്ദ്, ആനന്ദമയ സ്വാഗതം, ഇന്ത്യ നരേന്ദ്രമോദിയിലൂടെ, ആത്മയോഗം, സൂര്യവാക്യം എന്നിവ ഉൾപ്പെടെ 36 കൃതികളുടെ കർത്താവ്. ഇന്ത്യ നരേന്ദ്രമോദിയിലൂടെ എന്ന ബൃഹത് ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഉടൻ പുറത്തിറങ്ങും. മുഴുവൻ രംഗങ്ങളിലും സജീവമായിട്ടുള്ള യോഗി, വാഗ്മി, പ്രഭാഷകൻ, നടൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിട്ടുള്ള വത്സൻ നെല്ലിക്കോടിനെ ആദരപൂർവ്വം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കഴിഞ്ഞ 25 വർഷക്കാലമായി UDF ഭരിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട് റൂറൽ ജില്ലയിലെ താമരശ്ശേരി മണ്ഡലത്തിലെ ഓമശ്ശേരി പഞ്ചായത്തിലെ ബാങ്ക്, കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് പിടിച്ചെടുത്തിട്ടുള്ള BJPയുടെ കർമ്മധീരന്മാരായ പ്രവർത്തകരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ഓമശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ പന്തിരടി, വൈസ് പ്രസിഡന്റ് അരുൺലാൽ VC, ഡയറക്ടർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിജയൻ KM, രാധാകൃഷ്ണൻ VV, മുരളീകൃഷ്ണൻ V, സന്തോഷ് MV, ശിവരാജൻ VC, ആശാലത T, ബിന്ദു K, അഭിജ്ഞ TS, മുഴുവൻ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. അടുത്തതായി ഈ ജാഗ്രത റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ, പ്രശസ്തനായ വിദ്യാഭ്യാസ വിചക്ഷണൻ, ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ M. അബ്ദുൽ സലാം സാർ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു.